അപ്പോൾ ഇന്നേക്ക് നമുക്കൊരാളിനെ പരിചയപ്പെടാം. എന്താണെന്ന് വെച്ചാൽ ഒരാൾ നമ്മൾ വരുമ്പോൾ പുല്ലരിഞ്ഞു കൊണ്ടിരുന്നു. പക്ഷേ ഡെയിലി വരുമ്പോൾ ഞാൻ കാണും. പക്ഷേ മൂപ്പര് ഒരു 3-4 മാട് ഇന്നത്തെ കാലത്തൊരു മുന്നോടിയായിട്ട് മൂപ്പര് എക്സൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫുള്ളായിട്ട് പുല്ലരിഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു സീനറി എടുക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ, ഇന്നത്തെ തലമുറകൾക്ക് ഒരു മുന്നോടിയായിട്ടുള്ള ഒരു വ്യക്തിയാണിത്. ഏട്ടാ, ഇത് എത്ര മാട് വെച്ച് നിങ്ങൾ ഡെയിലി ഞാൻ വരുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളിവിടെ പുല്ലരിഞ്ഞിട്ട് ഈ എക്സലിൽ പോണത്? അപ്പം അന്നേക്ക് ഞാൻ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നത്. ഇതിന് മുന്നേ എന്താ വർക്ക് ചെയ്തത്? ഞാൻ ചെന്നൈയിലായിരുന്നു കുറച്ച് നാൾ. ഒരു 3-4 വർഷമായിട്ട് ചെന്നൈയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് അവിടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു 5-6 വർഷമായിട്ട് കൊറോണ ആയതിനു ശേഷം പിന്നെ നാട്ടിൽ നിന്ന് സെറ്റിൽഡായി. പിന്നെ നാട്ടിൻ്റെ ഭംഗിയും നമ്മുടെ ഒരു സമാധാനവും കൊണ്ട് നാട്ടിൽ തന്നെ ഒരു കൃഷിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 5 പശു വെച്ചിട്ടുണ്ട്. കറവാണ് മെയിൻ. പിന്നെ അത്യാവശ്യം കൃഷി പാട്ടത്തിനെടുത്തിട്ടുണ്ട്. അതും നോക്കിയിട്ട് പോകുന്നു, ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ട്. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള പണിയൊന്നും നമ്മുടെ ഈ ചെറിയ വയസ്സിലാരും ചെയ്യില്ലല്ലോ. അപ്പം നിങ്ങൾ എന്താ ഈ ചെറിയ പിള്ളേർക്ക് ഇന്നത്തെ ഉള്ള ജനറേഷൻ എന്താ നിങ്ങൾ പറയാൻ താല്പര്യപ്പെടുന്നത്? അല്ല, ഇതിപ്പോൾ പഠിച്ചവർ ഈ തൊഴിലിന് ഇറങ്ങണില്ല എന്നൊരു ചെറിയൊരു അഭിമുഖ്യമുണ്ട്. പക്ഷെ എന്നാൽ കൂടെ നമ്മൾ ഈ തൊഴിൽ ചെയ്യുന്ന ആൾക്കാർക്ക് വിദ്യാഭ്യാസം ഇല്ല എന്നൊരു പൊതുവായിട്ടൊരു കാഴ്ചപ്പാടുണ്ട് നമ്മുടെ നാട്ടിൽ. അത് നമ്മൾ തെറ്റിയിട്ട് നമ്മളെപ്പോലുള്ള യങ്ങായിട്ടുള്ള ആൾക്കാർ ഇറങ്ങണം, കൃഷിനെ മുന്നോട്ട് കൊണ്ടുപോകണം. എന്നാലേ ഇനിയുള്ള തലമുറകൾക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാനും പിടിക്കാനും പറ്റുള്ളൂ. ഒന്നാമത്തത് എൻ്റർടൈൻമെൻറ്റ് ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ചെറു കുട്ടികളടക്കം മൊബൈൽ നോക്കിക്കൊണ്ട് ആ ഒരു ലൈഫിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് അതിൽ നിന്നൊക്കെ ഒരു മോചനം പോലെ കൃഷിനെ സപ്പോർട്ട് ചെയ്യുക. വരും തലമുറകൾക്ക് കൃഷി നമ്മുടെ പാഷനായിട്ട് എടുക്കുക, തൊഴിലായിട്ട് എടുക്കാതെ ഒരു പാഷനായിട്ട് പഴയ കാലങ്ങളിൽ എന്താ ചെയ്തിട്ട് വന്നത് ആ ഒരു കണ്ടിന്യൂ ആയിട്ട് നമ്മുടെ വീട്ടിൽ പശു വളർത്താൻ എല്ലാവർക്കും സൗകര്യമില്ല. എന്നാൽ പോലും ഉള്ള സൗകര്യത്തിൽ ഒരു പശുവെങ്കിലും വളർത്തുക. മറ്റുള്ള നമ്മുടെ കേരളത്തിൻ്റെ തനതായിട്ടുള്ള കൃഷി പ്രോത്സാഹിപ്പിച്ചിട്ട് പോകാനാണ് എൻ്റെ ഒരു അഭിപ്രായം. എല്ലാവരും സഹകരിച്ച് നടന്നാൽ നമുക്ക് ഇനി ഈ കേരളം ഈ ഒരു ഭംഗിയിൽ തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, താങ്ക്സ് ചേട്ടാ. ഓക്കെ ഗായ്സ്, ഇപ്പോൾ ഗിരീഷ് ചേട്ടൻ്റെ കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇന്നത്തെ കാലത്തുള്ള ഇന്നത്തെ ഉള്ള ജനറേഷനുള്ള ഒരു മുന്നോടിയായിട്ടാണ് മൂപ്പര് ഈ നാട്ടിനൊരു എന്താ പറയുക ഒരു മുന്നോടിയായിട്ടാണ് ആൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഗായ്സ്, താങ്ക് യു.